നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന കോളിഫ്ലവർ സ്പെഷ്യൽ ഫ്രൈ ആണ്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വൃത്തിയാക്കി എടുത്തിരിക്കുന്ന കോളിഫ്ലവർ ഒരെണ്ണം, ക്യാപ്സിക്കം ഒരെണ്ണം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നത്, ഉപ്പ് ആവശ്യത്തിന്, മല്ലി 1.5 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, മുളക് പൊടി 3/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കറിവേപ്പില, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, ഓയിൽ ആവശ്യത്തിന്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാക്കുക. അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യുക. കറിവേപ്പില ആഡ് ചെയ്യും. സവാള പെട്ടെന്ന് വഴണ്ട് വരുന്നതിന് വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കും. ഇതൊരു ചെറിയ ഗോൾഡൻ കളറാകുന്ന വരെ ഇളക്കി കൊടുക്കുക. സവാള ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ആഡ് ചെയ്യും. ഇനി ഇതൊന്ന് ക്യാപ്സിക്കം നന്നായിട്ട് വഴറ്റിയെടുക്കുക. ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിന് നിറമൊക്കെ മാറി. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇതിലേക്ക് കുരുമുളക് പൊടി, മല്ലിപ്പൊടി ആഡ് ചെയ്യാം. ഗരം മസാല, മുളക് പൊടി. ഇനി മസാല എല്ലാം കൂടെ ഒന്ന് മൂപ്പിക്കാം. മസാല എല്ലാം കൂടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്.
കോളിഫ്ലവറും മസാലയൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യാം. ഈ കോളിഫ്ലവർ ഒന്ന് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് കൂട്ടി വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം. വെള്ളം ചേർക്കേണ്ടതില്ല, ഇതിൻ്റെ തന്നെ ആ ഒരു വെള്ളം ഇറങ്ങി എണ്ണയിൽ ഓടായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം, ഒരു മീഡിയം ഫ്ലെയിമിൽ. നമ്മൾ മൂടി വെച്ചിരുന്ന ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതിന് വെള്ളമൊക്കെ ഇറങ്ങി കോളിഫ്ലവർ വെന്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ വെള്ളമൊക്കെ പറ്റി നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്നൊരു കൂട്ടിയിട്ടിട്ട് ഇതൊന്നുകൂടെ അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് കൂടെ. ഇപ്പോൾ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേ ഇതിൽ തന്നെ ഇളക്കി കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മൊരിച്ചെടുക്കാം. ഇനി ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ക്യാപ്സിക്കമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കോളിഫ്ലവർ ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ തയ്യാറാക്കുന്ന സ്പെഷ്യൽ കോളിഫ്ലവർ ഫ്രൈ. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒന്നാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം.